ഹലോ. അപ്പോൾ ഇന്നത്തെ താരം മഷ്റൂമാണ്. മഷ്റൂം വെച്ചിട്ടാണ് ഇന്ന് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള മഷ്റൂമാണ്. നമുക്ക് വീട്ടുവളപ്പിലുള്ള മഷ്റൂം ആണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ അത് കഴിക്കാൻ പറ്റുന്ന മഷ്റൂം അത് അറിയുന്നവർക്കറിയാം. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ മഷ്റൂം ക്ലീൻ ചെയ്യുന്നത് മുതൽ ഇതിൽ പലതരം കറികളും സൂപ്പും തനി നാടൻ കറിയും മോഡേൺ ടൈപ്പും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. എപ്പോഴും പറയാറുള്ള പോലെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോന്നും. ആദ്യം ഇത് ക്ലീൻ ചെയ്യുന്ന നോക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ തണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇങ്ങനെയാണെങ്കിലും ഇതിൻ്റെ ഒരു മുകൾ ഭാഗം ചെറിയൊരു ലെയറായിട്ട് ഇതുപോലെ ഒരു തൊലി പോലെ ഉണ്ടാകും. ഇതൊന്ന് മാറ്റാം. നമ്മൾ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു തൊലി മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചുട്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. നമുക്കത് എടുക്കാൻ പറ്റുന്നുണ്ട്. മുകൾ ഭാഗം ചെറിയൊരു ലെയർ പോലെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ കംപ്ലീറ്റ് മാറ്റാം. പിന്നെ അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്യാതെയും ഇതിൻ്റെ ചുട്ട് കട്ട് ചെയ്യാതെയും നമുക്ക് ഇതുപോലെ മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. നമ്മളിത് കഴുകിയെടുക്കുന്നതിന് മുന്നേ വേണം ഇതുപോലെ ഇതിൻ്റെ തൊലി മാറ്റിയെടുക്കാനായിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കുക. ഇതിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ഈ ഒരു ചുട്ടുണ്ടല്ലോ, തണ്ട്, അപ്പോൾ ഇതിൽ ഇതുപോലെ ലെയറൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ മാറ്റിയെടുക്കുക. ഇതുപോലെ ഓരോന്ന് ചെയ്തെടുത്താൽ മതി. ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. മഷ്റൂം ചെറിയ സൈസിലുള്ളതൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടും ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ചുട്ട് മാറ്റാതെ തണ്ട് മാറ്റാതെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഈ ഒരു മുകൾ ഭാഗം തൊലി മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഓരോന്നും ചെയ്തെടുത്താൽ മതി. ഇനി നമ്മളിത് കഴുകിയെടുക്കുന്നതിന് മുന്നേ ഇതുപോലെ മഞ്ഞൾപ്പൊടിയും കുറച്ച് സാദാ വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊരു 2-3 മിനിറ്റ് നമ്മൾ ഇതുപോലെ തന്നെ ഒരു 2-3 മിനിറ്റൊക്കെ ഇട്ട് വെച്ചാൽ മതി. മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടെ ചേർത്തിട്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലും കീടനാശിനിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ മാറിക്കിട്ടാനായിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് കട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇതിലാദ്യം കാണിക്കുന്നത് ഒരു നാടൻ ടൈപ്പിലുള്ള ഒരു മഷ്റൂം കറിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 250 ഗ്രാമോളം മഷ്റൂം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുത്താൽ മതി. ഞാനൊരു ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പും വേണ്ട കേട്ടോ, അതിനേക്കാളും കുറച്ച് തന്നെ മതി. ഈ ഒരു അളവിൽ നമുക്ക് പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഏകദേശം 3/4 ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 ടീസ്പൂണ് ഇഞ്ചി ക്രഷ് ചെയ്തത് ഒരു ഇച്ചിരി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നമുക്കിത് വേവിച്ചെടുക്കാം. മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൂണ് പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ കുറച്ച് നേരം ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഏകദേശം ഇത് ആയിട്ടുണ്ട്. ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഈ ഒരു തേങ്ങയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതിലുള്ള ഒരു ഇച്ചിരി വെള്ളമുണ്ട്, ഈ ഒരു വെള്ളം കൂടി വറ്റിച്ചെടുക്കാം. പാകത്തിന് ഇപ്പോൾ ഏകദേശം ഇത് വെന്തിട്ടുണ്ട്. കുറച്ച് നേരം മാത്രം ഒന്ന് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂണ് നല്ല നാടൻ വെളിച്ചെണ്ണ ഇതുപോലെ മുകളിലോട്ട് തൂക്കി കൊടുത്തിട്ട് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മൂടി വെച്ചാൽ മതി. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നമ്മളിത് മൂടി വെച്ചിട്ടുണ്ടായിന്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു നല്ല നാടൻ ടൈപ്പിലുള്ളൊരു കൂൺ കറിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പമല്ല ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റുണ്ട് കഴിക്കാൻ. ഈ ഒരു കൂണ് ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു മലപ്പുറം സ്റ്റൈലിലുള്ള താളിപ്പാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ എണ്ണ ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതി. ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ചെറിയ ഉള്ളിയാണ് വേണ്ടത്. ഏകദേശം 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് അരിഞ്ഞ് വെച്ചത്. അതുപോലെ ഒരു 4 പച്ചമുളക്, പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂണ് ഫുള്ള് വെളുത്തുള്ളി ക്രഷ് ചെയ്തതും, അതുപോലെ 1 ടീസ്പൂണ് ഫുള്ളായിട്ട് ഇഞ്ചി ക്രഷ് ചെയ്തതും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക.
അപ്പോൾ ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ സവാള ചേർത്ത് കൊടുക്കാം. ഏറ്റവും നല്ലത് ഇതിന് ചെറിയ ഉള്ളിയാണ് വേണ്ടത്. അപ്പോൾ ഞങ്ങളിങ്ങനെ കാസർഗോഡൊന്നും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാറില്ല. മലപ്പുറം ഉള്ള കറിയാണ് ഈ ഒരു താളിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മെയിനായിട്ട് ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റാണ് കഞ്ഞിവെള്ളം. അപ്പോൾ കഞ്ഞിവെള്ളം ഏകദേശം ഒരു 2-2.5 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ തന്നെയാണ് ഇനി കൂണ് ചേർത്തിട്ട് വേവിച്ചെടുക്കുന്നത്. അതിനനുസരിച്ച് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മഷ്റൂം ഏകദേശം 200 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുക. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് വേവിച്ചെടുക്കുക. മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. അതുപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. പിന്നെ കഞ്ഞിവെള്ളമല്ലേ, അപ്പോൾ അത് തിളച്ച് പുറത്ത് പോവാത്ത രീതിയിൽ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരളവിൽ 2.5 കപ്പ് കഞ്ഞിവെള്ളം പാകത്തിന് ഏകദേശം പാകത്തിനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി കൂട്ടി കൊടുക്കാം. അതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം എടുക്കാം കേട്ടോ. തലേന്നത്തെ കഞ്ഞിവെള്ളമൊന്നും എടുക്കരുത്. ഇതിപ്പോൾ നല്ല പാകത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ഒരു 10-15 മിനിറ്റോളം ഇത് വേവിച്ചെടുത്തിട്ടുണ്ടായിന്. അപ്പോൾ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അവസാനമായിട്ട് ഒരു ഇച്ചിരി മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ തിളക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു താളിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. മലപ്പുറത്ത് കൂണ് വെച്ചിട്ട് മാത്രമല്ല പല വെജിറ്റബിൾ വെച്ചിട്ടും താളിപ്പ് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മക്കൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഒരു സൂപ്പ് കഴിക്കുന്ന ഒരു ഫീലാണ്. ഇതിപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ എളുപ്പമല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. കഞ്ഞിവെള്ളമൊക്കെ ആകുമ്പോൾ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കാം. പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു താളിപ്പ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് മഷ്റൂം ബട്ടർ ഗാർലിക്കാണ്. അപ്പം നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ ഇതിലോട്ട് മെയിനായിട്ട് വേണ്ടത് ബട്ടർ തന്നെയാണ്. 50 ഗ്രാമോളം ഏകദേശം 50 ഗ്രാമോളം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറിൻ്റെ അളവ് ഒരു ഇച്ചിരി കുറക്കാം. പക്ഷേ ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് നമുക്ക് ഒരു സവാള, അത്യാവശ്യം മീഡിയം സൈസിലുള്ള ഒരു സവാള അരിഞ്ഞത് ചേർത്തിട്ട് ആദ്യം ഒന്ന് വഴറ്റി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഇതൊന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിപ്പോൾ ഇത്രയും മതി. ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് ചെറിയ രീതിയിൽ. ഇനി നമുക്കിതിലോട്ട് മഷ്റൂം ചേർത്ത് കൊടുക്കാം. ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം കൂണ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 400 ഗ്രാം കൂണാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള മഷ്റൂമാണിത്. എന്നിട്ട് ഈ ഒരു മഷ്റൂം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലോട്ട് ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ നേരത്തെ സവാള വഴറ്റുന്ന സമയത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ആദ്യം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. തരുതരുപ്പായി പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലോട്ട് വേറെ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണമെന്നില്ല. നമുക്ക് ആ ഒരു ബ്രൗൺ കളറിലുള്ളൊരു കറി തന്നെയാണ് കാണുമ്പോൾ ഒരു രസം. വേണമെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി, ഓപ്ഷണലാണ്. ഇനി ഇത് എല്ലാം കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇടയ്ക്ക് മൂടി വെക്കാം. പെട്ടെന്ന് തന്നെ വേകും. മഷ്റൂം അങ്ങനെ ഒരുപാട് വേവില്ല. ഒരു 10 മിനിറ്റൊക്കെ ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. മൂടി വെച്ചിട്ട് അങ്ങനെ നോക്കാതിരിക്കരുത്. ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി. ഒരു സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കുന്ന പോലെ ബ്രെഡിൻ്റെ കൂടെ അല്ലാന്നുണ്ടെങ്കിൽ
ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ബട്ടറൊക്കെ ചേർത്തിട്ടല്ലേ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇച്ചിരി മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു കറി തന്നെയാണ്. നമുക്ക് എപ്പോഴും ചിക്കനും മട്ടനും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് മഷ്റൂം വെച്ചിട്ടൊക്കെ ഇതുപോലെ കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് മഷ്റൂം വെച്ചിട്ടുള്ളൊരു ക്രീം സൂപ്പാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ ബട്ടർ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ. മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കാം കേട്ടോ. എന്നിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ചേർത്തിട്ട് ആദ്യം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത്രയും മതി. ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാളയുടെ പകുതിയാണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള സവാളയുടെ പകുതി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം 200 ഗ്രാം മഷ്റൂമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മഷ്റൂമും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും മതി. ചെറുതായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണ് മൈദ ഇതിലോട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. വെള്ളമൊന്നും ചേർക്കേണ്ട. മൈദ ഇതേപോലെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മൈദ ഇതും കൂടെ ഒന്ന് നമ്മൾ റോസ്റ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇതിൽ ബട്ടറിൻ്റെ അളവ് കുറച്ച് കുറവുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിലോട്ട് 1 ടീസ്പൂണൊക്കെ ഈ ഒരു സമയത്ത് ബട്ടർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബട്ടറിൽ കിടന്നിട്ട് ഈ ഒരു മൈദ ഒന്ന് റോസ്റ്റായി വരുമ്പോൾ പറഞ്ഞൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇതിലിപ്പോൾ ബട്ടറിൻ്റെ എണ്ണമയം ആ ഒരു അളവ് നല്ലോണം കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ബട്ടർ കൂടുതൽ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇതിലോട്ട് ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബട്ടറും ഈ ഒരു മൈദയും ഒക്കെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു വൈറ്റ് സോസിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2.5 കപ്പ് വെള്ളം 1/2 ലിറ്റർ പാകത്തിനാകുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക വെള്ളം ചേർത്തിട്ട്. അപ്പോൾ ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ചേർത്ത് കൊടുക്കുക പാകത്തിന്. പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നല്ലോണം തിളക്കുമ്പോൾ നമുക്കിതിലോട്ട് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ ഒരു ക്രീം ചേർത്തിട്ട് ഇനി തിളപ്പിച്ചെടുക്കുന്നില്ല. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി അധികം തിളപ്പിച്ചെടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു മഷ്റൂം ക്രീം സൂപ്പ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു സൂപ്പ് കഴിക്കാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് മഷ്റൂം വെച്ചിട്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ഒരു ചെറിയ സവാള കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു ചെറിയ സവാള മതിയാകും. വലിയ സവാളയാണെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള. ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, പകുതി മതിയാകും. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. 250 ഗ്രാം മഷ്റൂമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് വലിയ മഷ്റൂം ആണെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ചെറുതാണെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ളതൊക്കെ ആണെങ്കിൽ ഫുള്ളായിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ ചെറുതുള്ളത് ഞാൻ കട്ട് ചെയ്യാതെയും വലിയ
മഷ്റൂം കട്ട് ചെയ്തിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് മഷ്റൂം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് ഇടയ്ക്കൊന്ന് മൂടി വെച്ചിട്ട് ഇനി ഇതിൽ തന്നെയാണ് നമ്മൾ വേവിക്കുന്നത്. പിന്നീട് നമ്മൾ വേവിച്ചെടുക്കാനില്ല. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് മൂടി വെച്ചിട്ട് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഏകദേശം 5 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം 5 മിനിറ്റോളം ഇതുപോലെ മൂടി വെച്ചിട്ട് വേവിച്ചിട്ടുണ്ടായിന്. ഇനി ഇതിലോട്ട് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ടായിന് കേട്ടോ. ഇത് നമ്മൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിന്. അപ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയി. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂണ്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം കുറക്കാട്ടെ ഈ ഒരു സമയത്ത്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. മുളക് പൊടിയും ടൊമാറ്റോ കെച്ചപ്പും മഷ്റൂമിലോട്ടൊക്കെ പിടിക്കുന്ന പോലെ. ഉപ്പ് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നേരത്തെ വഴറ്റുന്ന സമയത്ത് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിൽ നിന്നും ഇതൊന്നും മാറ്റി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് വേറൊരു പാത്രത്തിൽ ചെയ്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്രത്തിൽ നിന്നും ഞാൻ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു സെയിം പാത്രത്തിൽ തന്നെ ഒരു ഇച്ചിരി ബട്ടർ ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ ആദ്യം. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളിയാണ്. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ. 1 ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം കുറക്കുക. ഈ ഒരു സമയത്ത് മൈദ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഒരുപാട് നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റും വേണ്ട കേട്ടോ. ഏകദേശം 1 മിനിറ്റിൻ്റെ അടുത്തൊക്കെ വഴറ്റി കൊടുത്താൽ മതി ഫ്ലെയിം കുറച്ചിട്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. സാധാ പശുവിൻ പാല്, തേങ്ങാപ്പാലൊന്നുമല്ല. 1 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് നമ്മൾ നോക്കിയിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാനൊരു ഇച്ചിരി ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനലാണ്. വേണ്ടെന്നുണ്ടെങ്കിൽ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ആദ്യം മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ തിക്കായിട്ട് വരും. ഇനി നമുക്ക് നോക്കിയിട്ട് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കുന്ന ഒരു 3 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി ഇതിലോട്ട് വെള്ളം 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലെടുത്ത ഈ ഒരു കപ്പിൽ തന്നെ 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് തിളക്കുമ്പോൾ വീണ്ടും തിക്കാകും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ഉപ്പ് നേരത്തെ വഴറ്റുന്ന സമയത്ത് ചേർത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ ചേർത്തിട്ടില്ലല്ലോ. പിന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ്, പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ചില്ലി ഫ്ലേക്സ് കുറച്ച് മതി കേട്ടോ. തരുതരുപ്പായി പൊടിച്ചെടുത്ത മുളകാണ് ചില്ലി ഫ്ലേക്സ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ. ഇനി ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച വഴറ്റിയെടുത്തിട്ടുള്ള മഷ്റൂമിൻ്റെ കൂട്ടാണ്. അപ്പോൾ ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായിട്ട് തിളക്കണമെന്നില്ല, ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി. ഓൾറെഡി ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്ലെയിം നമ്മൾ കുറച്ചിട്ടല്ലേ മഷ്റൂമൊക്കെ ഇട്ട് കൊടുത്തത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ലല്ലോ. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. നമുക്ക് ദോശയുടെ കൂടെ, ചപ്പാത്തി, റൈസ് എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. കുട്ടികളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു മഷ്റൂം വെച്ചിട്ടുള്ള കറി. ചിക്കന്, മട്ടനൊക്കെ വെക്കുന്നതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിലോട്ട് ഒരു ഇച്ചിരി മല്ലിയില അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ മല്ലിയില അരിഞ്ഞത് നേരത്തെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് തിള വരുമ്പോൾ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. എന്ത് കൊടുത്താലും ഇതിൻ്റെ കൂടെ കഴിച്ചോളും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ചിക്കൻ സ്റ്റീക്ക് വിത്ത് മഷ്റൂം സോസാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു, നമുക്ക് ഈവനിങ്ങിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് വേണ്ടത്. ഏകദേശം ഒരു 200-250 ഗ്രാം ചിക്കൻ വരെ എടുക്കാം. ഇതിനേക്കാളും കുറച്ച് വലിയ പീസായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ചിക്കൻ ബ്രസ്റ്റ് സ്ലൈസ് ചെയ്തതൊക്കെ കുറച്ച് വലിയ പീസായിട്ട് അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ അത്രയും വലിയ പീസ് ഇല്ലാത്ത കൊണ്ട് ഇതുപോലുള്ള പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കഴുകി എടുത്ത ശേഷം വെള്ളമൊക്കെ ഒന്ന് വാർന്നെടുക്കണം. വെള്ളത്തോടെ ഇട്ട് കൊടുക്കരുത്. ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഒരുപാട് കാര്യങ്ങളൊന്നും ചേർക്കാനൊന്നുമില്ല. ഉപ്പും കുരുമുളക് പൊടിയും മാത്രമാണ് കേട്ടോ ചേർക്കുന്ന. കുരുമുളക് പൊടി 1 ടീസ്പൂണൊക്കെ നിറച്ചെണ്ണ ചേർത്ത് കൊടുക്കാം.
പിന്നെ ഇതിലോട്ട് സോയാ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ കയ്യിലുണ്ടെങ്കിൽ. ഞാനിപ്പോൾ സോയാ സോസ് ചേർക്കുന്നില്ല, ചേർക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ ഒലിവ് ഓയിൽ 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ ഒലിവ് ഓയിൽ ചേർക്കുമ്പോഴാണ്. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊരു 15-20 മിനിറ്റോളം ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ ബട്ടർ ചേർത്ത് കൊടുക്കാം. 2-3 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി, ഏകദേശം 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത്. എന്നിട്ട് ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതുപോലെ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു സൈഡ് കളറൊക്കെ ഒന്ന് മാറുമ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു സൈഡ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. 2 സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലെ ഗ്രിൽ ചെയ്തെടുക്കുമ്പോഴൊക്കെ ചെയ്യുന്ന പോലെ 2 സൈഡും ലൈറ്റ് ബ്രൗൺ കളർ ആക്കിയെടുക്കുക. അപ്പോൾ ഇത് വീണ്ടും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള സോസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ സോസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പാൻ ഓൾറെഡി ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മെയിനായിട്ട് വേണ്ടത് മഷ്റൂമാണ്. അപ്പോൾ മഷ്റൂം എടുത്തിട്ട് ഇത് നന്നായി കഴുകി എടുത്ത ശേഷം ഒന്ന് സ്ലൈസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. സ്ലൈസ് ചെയ്തെടുത്തത് ഏകദേശം 1 കപ്പോളം എടുത്തിട്ടുണ്ട്. കുറച്ച് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം. ഏകദേശം 1 കപ്പ് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ള മഷ്റൂം എടുത്താൽ മതി. ഇനി നമുക്ക് ചൂടായ പാനിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ഈ ഒരു ബട്ടറിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ചെറിയൊരു രീതിയിൽ ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള മഷ്റൂം ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മഷ്റൂം ചേർത്ത് കൊടുക്കുക. ഇനി മഷ്റൂം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ മഷ്റൂം ഒന്ന് വെന്ത് കിട്ടണം. ഈ ഒരു സമയത്ത് ബട്ടർ പോരാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് വെന്ത് ഒന്ന് വാടി കിട്ടണം. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കും തോറും കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. അപ്പോൾ നന്നായിട്ട് വെന്ത് ഒന്ന് വാടി കിട്ടണം. ഇടയ്ക്ക് വേണമെങ്കിൽ മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കുറേ നേരം നമ്മളങ്ങനെ വേവിച്ചെടുക്കണമെന്നില്ല. കുറച്ച് നേരം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. മഷ്റൂമൊക്കെ ഇത്രയും മതി, നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ് ഏകദേശം ചേർത്ത് കൊടുക്കുന്നുള്ള. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിന്. അതുപോലെ ഇത് നല്ലോണം തിക്കാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് പാല് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ 1/4 കപ്പിൻ്റെ അടുത്ത് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് പാല് ചേർക്കുന്നില്ല, ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർക്കുന്നുണ്ട്. ഇത് പിന്നീട് നല്ലോണം ഇതിനേക്കാളും തിക്കാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഫ്രഷ് ക്രീമൊക്കെ ചേർത്ത കൊണ്ട് ഇതിലോട്ട് ഇനി പാല് ചേർത്തിട്ടില്ല, വെള്ളമാണ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ഒരു 2-3 ടേബിൾ സ്പൂണ്. പിന്നെ ഇതിലോട്ട് ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു നുള്ള് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മൊസറല്ല ചീസ്, ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മൊസറല്ല ചീസ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളുമായി ഇതിപ്പോൾ പെട്ടെന്ന് മിക്സായി കിട്ടും. ഓൾറെഡി നല്ല ചൂടല്ലേ, അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഇതിലോട്ട് അരിഞ്ഞ് ഒന്ന് മിക്സായി കിട്ടും. ഇതിപ്പോൾ ഇത്രയും മതി, പാകത്തിനായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് മഷ്റൂം സോസ്. നല്ല അടിപൊളി സോസാണ് നമ്മൾ ചിക്കനിലോട്ട് ഒഴിച്ച് കഴിക്കാനായിട്ട്. ഇതിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി സെർവ് ചെയ്യുന്നതും കൂടെ നമുക്ക് നോക്കാം.
ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ മുകളിലോട്ട് മൊത്തത്തിൽ ഈ ഒരു സോസ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കുമ്പോൾ. ഈ ഒരു മഷ്റൂമും അതുപോലെ സോസും ചിക്കനും എല്ലാം കൂടെ അപ്പോൾ ഇതുപോലെയാണ് സെർവ് ചെയ്യുന്നത്. നമ്മളിത് ചിക്കനും ഈ ഒരു സോസും കൂടെ ഒന്നിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. എന്തായാലും നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്